ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. കൊല്ലവർഷം 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:08 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നത്. ഈ രാശിമാറ്റം ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണോ ദോഷപ്രദമാണോ എന്നുള്ള കാര്യങ്ങളും, ഇതിന് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതിന് എന്തൊക്കെ പരിഹാരം ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം. ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഇത് 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്കിങ്ങനെ പൂജകളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ കീഴെയും ഇപ്രകാരം ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. മാത്രമല്ല, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ വ്യാഴമാറ്റം എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യാഴം മെയ് 14 മിഥുനൻ രാശിയിൽ 158 ദിവസക്കാലം സഞ്ചരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതി വ്യാഴം കർക്കടകൻ രാശിയിൽ പ്രവേശിക്കും. അതിനെ തുടർന്ന് 25 ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ 11 വ്യാഴം വക്രഗതിയിൽ 49 ദിവസം അവിടെ സഞ്ചരിക്കുന്നു. അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 97 ദിവസക്കാലം, അതായത് മാർച്ച് മാസം 11 വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. തുടർന്ന് 84 ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം 2026 വർഷം ജൂൺ മാസം 2-ാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ചിങ്ങക്കൂറിലും മറ്റ് 3 പാദങ്ങൾ കന്നിക്കൂറിലുമാണ് പെടുക. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഈ വ്യാഴമാറ്റം ഇവർക്ക് സമ്മാനിക്കുക. എങ്കിലും തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. അച്ചടക്കമില്ലാതെ എന്തെങ്കിലും തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചില പണിഷ്മെൻറ്റുകൾക്കൊക്കെ കാരണമാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ രണ്ടിലൊന്ന് ചിന്തിച്ചിട്ട് മാത്രം തൊഴിൽ മാറിയാൽ മതി എന്നേ പറയേണ്ടതുള്ളൂ. കാരണം സാമ്പത്തിക മെച്ചമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, സാമ്പത്തിക മെച്ചത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തൊഴിൽ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ പുതിയതായിട്ട് പ്രവേശിക്കുന്നിടത്ത് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും. ഇപ്പോഴുള്ളതിനേക്കാളും മാനസിക സമ്മർദ്ദം അവിടെ ഏറി വരാൻ സാധ്യതയുണ്ട്. അതല്ല, നിങ്ങളിപ്പോൾ നല്ല മാനസിക സമ്മർദ്ദത്തിലാണ് നിങ്ങളുടെ തൊഴിൽ മേഖല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ മേഖല മാറുന്നതിൽ തെറ്റുമില്ല എന്ന് പറയാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. പല ആവർത്തിയായിട്ട് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും കഴിയുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ പ്രണയത്തിൽ ചില കല്ലുകടികൾ അനുഭവപ്പെട്ടേക്കാം. യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. വിലപ്പെട്ട വസ്തുക്കൾ കളവ് പോകാനോ അല്ലെങ്കിൽ മറന്ന് നഷ്ടപ്പെട്ടു പോകാനോ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. കാര്യം കഴിവ് വേണ്ടവിധം പ്രയോഗിക്കാത്തത് കൊണ്ട് താരതമ്യേന നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് സാധ്യത തെളിഞ്ഞു കിട്ടുന്നതാണ്. സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി തീവ്ര പരിശ്രമം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടായി വരുന്നതാണ്. വേണ്ടപ്പെട്ടവരുമായി തർക്കിക്കാനുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ
അനാവശ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കാൽമുട്ട്, കൈമുട്ട് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി മരുന്ന് സേവയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എക്സസൈസിനുമൊക്കെ പ്രാധാന്യം കൊടുക്കണം. മോശപ്പെട്ട സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കേസ് വഴക്കുകളിലൊക്കെ ചെന്നപ്പെടാനും നാട്ടിൽ അപമാനിതരാകാനും സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കണം. അശ്രദ്ധമായിട്ടുള്ള വാഹനത്തിൻ്റെ ഉപയോഗം മൂലം ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം. പണം കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി സൂക്ഷ്മത വയ്ക്കണം. കൊടുക്കൽ വാങ്ങലുകളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മൾ ധനം കൊടുത്ത് കടക്കാരനായി മാറാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം മേടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരികെ കിട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട്. കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗം അത് വച്ചുകൊണ്ടിരിക്കരുത്. അത് കൂടുതൽ മൂർച്ഛിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ സേവനം തേടുക തന്നെ വേണം. കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ സ്വസ്ഥതയെ കെടുത്തുന്നതാണ്. ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ്. ചെലവിനെ ചുരുക്കാനുള്ള സാധ്യതകളെ അന്വേഷിക്കണം. മറ്റുള്ളവരുമായി മത്സരിച്ച് അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള കരുതൽ ധനമൊക്കെ വിനിയോഗിക്കുന്നത് നാളെ കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കും എന്നത് മറക്കാതിരിക്കുക. വളരെ ദൂരത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനോ പുണ്യ സങ്കേതങ്ങളിൽ പോകാനോ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണദോഷങ്ങളെയാണ് ഇവിടെ വിവരിച്ചത്. ഇതിലെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷഫലങ്ങൾക്ക് കുറവ് വരുവാനും ചില പരിഹാര കർമ്മങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. നിത്യേന വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ അഷ്ടോത്തരം ജപിക്കുന്നത് ഗുണകരമാണ്. വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസീലമാല, നെയ്വിളക്ക് ഇവകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണു യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും വ്യാഴാഴ്ച ദിവസം പശുരൂപം കൃഷ്ണന് സമർപ്പിക്കുന്നതും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുവാൻ വേണ്ടിയിട്ട് വിനായകന് കറുകപ്പുല്ലുകൊണ്ട് മാല ചാർത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ഗുണകരമായി കാണുന്നു. വീട്ടിൽ സുദർശന യന്ത്രം സ്ഥാപിച്ച് നെയ്വിളക്ക് തെളിയിക്കുന്നതും വ്യാഴപ്രീതി വർദ്ധിച്ചു വരുവാൻ ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ. നമസ്തേ.